തിരുമാന്താംകുന്ന് ക്ഷേത്രഭരണം കൈയടക്കാനുള്ള മലബാർ ദേവസ്വം ബോർഡിന്റെ ശ്രമത്തിന് സുപ്രീം കോടതിയിലും തിരിച്ചടി. ക്ഷേത്രം വിട്ടു നൽകുന്നതിനെതിരായ ദേവസ്വം ബോർഡിന്റെ ഹർജി സുപ്രീം കോടതിയും തള്ളി. ക്ഷേത്രഭരണം ട്രസ്റ്റിന് കൈമാറണമെന്ന് ഹൈക്കോടതി വിധി ചോദ്യം ചെയ്താണ് ബോർഡ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകുന്നത്. ശിവദാസ്, ഈ കോടതി വിധി കേവലം തിരുമാന്താംകുന്ന് ക്ഷേത്രം കൈവശം വയ്ക്കുവാനുള്ള ദേവസ്വം ബോർഡിന്റെ ശ്രമങ്ങൾക്കുള്ള തിരിച്ചടി മാത്രമല്ല, സംസ്ഥാനത്തൊട്ടാകെ പല ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കുവാനും ചിലത് നിലനിർത്തുവാനും ഒക്കെ ബോർഡ് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായി എല്ലാ ദേവസ്വം ബോർഡുകൾക്കുമുള്ള ഒരു സന്ദേശം കൂടിയാണല്ലോ സുപ്രീം കോടതിയുടെ ഈ നീക്കം. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം എല്ലാ ദേവസ്വം ബോർഡുകൾക്കും ഉള്ള കൃത്യമായ ഒരു നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ ഈ വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. കാരണം മലബാർ ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ പല ക്ഷേത്രങ്ങളും ബോധപൂർവം പിടിച്ചെടുത്തിട്ടുണ്ട്. ഭക്തർ നല്ല രീതിയിൽ പ്രവർത്തിപ്പിച്ച് കൊണ്ടുപോയിരുന്ന ക്ഷേത്രങ്ങളൊക്കെ തന്നെ മലബാർ ദേവസ്വം ബോർഡ് അവരുടെ അധികാരം ഉപയോഗിച്ച് പിടിച്ചെടുത്തിരുന്നു. അത്തരത്തിലുള്ള ആ ഒരു പിടിച്ചെടുക്കലിനുള്ള കൃത്യമായൊരു നിർദ്ദേശവും ഒരു തിരിച്ചടിയും കൂടിയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ മെയ് 26-നാണ് ഒരു ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിരുന്നത്. അതായത് അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം അത് പാരമ്പര്യ ട്രസ്റ്റിന് കൈമാറണം എന്നുള്ളതായിരുന്നു ആ വിധി. ഈ ഒരു വിധി കഴിഞ്ഞ് ഒരു മാസത്തിന് ശേഷം ഈ ഒരു ക്ഷേത്രത്തിന്റെ ഭരണം ട്രസ്റ്റിക്ക് വിട്ടു നൽകണം എന്നുള്ളതായിരുന്നു കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു മാസം കഴിഞ്ഞിട്ടും മലബാർ ദേവസ്വം ബോർഡ് അത് വിട്ടുകൊടുത്തിരുന്നില്ല. പിന്നീട് അവർ ഒരു റിവ്യൂ ഹർജി നൽകി ഒരു സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ദേവസ്വം ബോർഡിന് ഒരു തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധിയിൽ ഞങ്ങൾ ഇടപെടേണ്ടതില്ല എന്നുള്ള ഒരു നിഗമനമാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ നിന്നും ഇപ്പോൾ വലിയൊരു തിരിച്ചടി തന്നെയാണ് ദേവസ്വം ബോർഡിന് ഉണ്ടായിരിക്കുന്നത്. ഇതോടെ വീണ്ടും ഈ ഒരു ഭരണം ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഉണ്ടായിരുന്ന ഈ ഭരണം വീണ്ടും ഭക്തരുടെ കൈകളിൽ അല്ലെങ്കിൽ ട്രസ്റ്റിയുടെ കൈകളിൽ എത്തിയിരിക്കുകയാണ്. ഏകദേശം 10 വർഷം മുൻപാണ് തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡ് പിടിച്ചെടുക്കുന്നത്. ആ സമയത്ത് വലിയ സമരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം അവഗണിച്ചുകൊണ്ടായിരുന്നു ഈ ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രം പിടിച്ചെടുത്തിരുന്നത്. പിന്നീട് ഏറെ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് ഒടുവിലായിരുന്നു ട്രസ്റ്റിന് അനുകൂലമായി ഹൈക്കോടതി വിധി വന്നത്. പക്ഷേ ഹൈക്കോടതി വിധിക്കെതിരെ നിലവിൽ സുപ്രീം കോടതിയെ തേടുകയായിരുന്നു ദേവസ്വം ബോർഡ്. പക്ഷേ സുപ്രീം കോടതിയിലും ഇപ്പോൾ അവർക്ക് എതിരായി വിധി വന്നിരിക്കുന്നു. വലിയൊരു തിരിച്ചടി തന്നെയാണ് ദേവസ്വം ബോർഡിന് ഇതുവഴി ഉണ്ടായിരിക്കുന്നത്. ഗൗതം, ഓക്കെ, ഏതായാലും മലബാർ ദേവസ്വം ബോർഡിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. തിരുമാന്താംകുന്ന് ക്ഷേത്രം ട്രസ്റ്റിന് വിട്ടു നൽകണം, ഭക്തജനങ്ങളുടെ ട്രസ്റ്റിന് വിട്ടു നൽകണം എന്ന് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശിച്ചതാണ്. ആ നിർദ്ദേശം ചെവികൊള്ളാതെ നേരെ സുപ്രീം കോടതിയിലേക്ക് വെച്ചുപിടിച്ചതാണ്. എന്തായാലും സുപ്രീം കോടതിയും ഹൈക്കോടതി നിലപാട് ശരിവെച്ചു. ഇതോടെ വലിയ തിരിച്ചടി മലബാർ ദേവസ്വം ബോർഡിന് ഉണ്ടായിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് ശിവദാസ് കന്മനമാണ്.